പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BCom BBA പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 4th സെമസ്റ്ററിലെ സബ്ജക്റ്റായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന സബ്ജക്റ്റിലെ BCom വിദ്യാർത്ഥികളുടെ മൊഡ്യൂൾ 2ഉം BBA വിദ്യാർത്ഥികളുടെ മൊഡ്യൂൾ 3യുമായിട്ടുള്ള കോറിലേഷൻ ആൻഡ് റിഗ്രഷനിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതിൽ പാർട്ട് 1 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അതിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും. ഫസ്റ്റിൽ വാട്ട് ഈസ് കോറിലേഷൻ? ദിസ് റെഫേഴ്സ് ടു ദ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ. രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇഫ് ദർ ഈസ് എ കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ ഇറ്റ് മീൻസ് ദാറ്റ് ആസ് വൺ വേരിയബിൾ ചേഞ്ചസ് ദ അതർ വേരിയബിൾ ആൾസോ ചേഞ്ചസ്. നമ്മൾ രണ്ട് വേരിയബിൾ തമ്മിൽ കോറിലേഷൻ ഉണ്ട്, റിലേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു വേരിയബിളിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റു വേരിയബിളിലും മാറ്റം ഉണ്ടായിരിക്കും. ടു ഓർ മോർ വേരിയബിൾ ആർ സെറ്റ് ടു ബി കോറിലേറ്റഡ് ഇഫ് ദ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ റിസൾട്ട് ഇൻ എ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ അതർ വേരിയബിൾ. ഒന്നിലുള്ള മാറ്റം മറ്റൊന്നിനെ എഫക്റ്റ് ചെയ്യും, മറ്റൊന്നിലും അതിൽ മാറ്റം ഉണ്ടായിരിക്കും. ഒരു ഉദാഹരണത്തിന് ഡിമാൻഡ്, പ്രൈസിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകും. അതൊരു കോറിലേഷനാണ്, റിലേഷൻഷിപ്പാണ്. ഇനി റിഗ്രഷൻ. റിഗ്രഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ്ഡ് ടു മോഡൽ ദ റിലേഷൻ ബിറ്റ്വീൻ എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇത് റിലേഷൻഷിപ്പാണ്. ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും, ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും. അപ്പോൾ റിഗ്രഷൻ അനാലിസിസ് ഹെൽപ്സ് ടു പ്രെഡിക്റ്റ് ദ വാല്യൂ ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ബേസിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എത്രയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുന്ന വേരിയബിളിൽ നിന്നും അറിയാത്ത വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിനെ എന്ത് പറയുക? റിഗ്രഷൻ എന്ന് പറയുക. നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു. അത് പ്രകാരം പ്രൈസും ഡിമാൻഡും നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് തരാത്തൊരു അടുത്തൊരു പ്രൈസ് ആയിക്കഴിഞ്ഞാൽ ഡിമാൻഡിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക? റിഗ്രഷൻ എന്ന് പറയുന്നത്. അടുത്ത കോറിലേഷൻ കോഫിഷ്യൻ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ. രണ്ട് വേരിയബിൾ തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പിൻ്റെ അതിൻ്റെ ഡയറക്ഷനും അതിൻ്റെ സ്ട്രെങ്ത്തും മെഷർ ചെയ്യുന്നതിന് എന്ത് പറയുക? കോറിലേഷൻ കോഫിഷ്യൻറ്റ്. സ്ട്രെങ്ത് പറഞ്ഞാൽ എത്ര ഉണ്ട് റിലേഷൻഷിപ്പ് എന്നുള്ളത്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ദ വാല്യൂ ഓഫ് ദ കോറിലേഷൻ കോഫിഷ്യൻ റേഞ്ച് ഫ്രം -1 to 1. -1നും +1നും ഇടയിലായിരിക്കും കോറിലേഷൻ കോഫിഷ്യൻറ്റിൻ്റെ വാല്യൂ. -1 എന്ന് പറയുന്നത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, 0 പറഞ്ഞാൽ നോ കോറിലേഷൻ, +1 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. -1നും 0ക്കും ഇടയിലാണെങ്കിൽ നെഗറ്റീവ് കോറിലേഷനും, 0ക്കും +1നും ഇടയിലാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷനും. അപ്പോൾ ഇതിൽ എത്ര ഉണ്ട്, അതിൻ്റെ ഡയറക്ഷൻ എന്ത്? പോസിറ്റീവ്. +1നും 0ക്കും ഇടയിലെ പോസിറ്റീവ്, അതാണ് പോസിറ്റീവ് കോറിലേഷൻ, ആണ് അതിൻ്റെ ഡയറക്ഷൻ. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് പറയുന്നതിന് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പോസിറ്റീവ് കോറിലേഷൻ. എന്താ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ? ഒക്കോഴ്സ് വെൻ ടു വേരിയബിൾ ചേഞ്ച് ഇൻ ദ സെയിം ഡയറക്ഷൻ. രണ്ട് വേരിയബിൾ സെയിം ഡയറക്ഷനിലാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പോസിറ്റീവ് കോറിലേഷൻ. ഇൻ അതർ വേർഡ്സ്, ഇഫ് ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഈസ് അക്കമ്പനിഡ് ബൈ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇഫ് എ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഈസ് അക്കമ്പനിഡ് ബൈ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ ഇറ്റ് ഈസ് കാൾഡ് പോസിറ്റീവ് കോറിലേഷൻ. ഒന്ന് കുറയാണെങ്കിൽ മറ്റൊന്നും കുറയാണ്. അപ്പോൾ എന്താ? അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് സപ്ലൈ. ഓക്കെ. ഇനി നെഗറ്റീവ് കോറിലേഷൻ, ലോ ഓഫ് ഡിമാൻഡ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും എന്ന് പറഞ്ഞാൽ ടു വേരിയബിൾ ചേഞ്ച് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ടു വേരിയബിൾ മൂവ് ചെയ്യാൻ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇൻ അതർ വേർഡ്സ്, ഇഫ് ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഈസ് അക്കമ്പനിഡ് ബൈ എ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ ഓഫ് ഇഫ് എ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ അക്കമ്പനിഡ് ബൈ ദ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദ അതർ വേരിയബിൾ ഇറ്റ് ഈസ് കാൾഡ് നെഗറ്റീവ് കോറിലേഷൻ. ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റു വേരിയബിൾ ഡിക്രീസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് നെഗറ്റീവ് കോറിലേഷൻ. ലോ ഓഫ് ഡിമാൻഡ്. സിമ്പിൾ കോറിലേഷൻ. സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ടു വേരിയബിൾ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ കോറിലേഷൻ പഠിക്കുകയാണെങ്കിൽ അതിന് സിമ്പിൾ കോറിലേഷൻ എന്ന് പറയും. ഡിമാൻഡും പ്രൈസും അവിടെ രണ്ട് വേരിയബിളുള്ളൂ. സ്റ്റഡി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്, പ്രൊഡക്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസ് ആൻഡ് സപ്ലൈ ഓഫ് പ്രൊഡക്റ്റ്. പ്രോബ്ലം ഓഫ് സിമ്പിൾ കോറിലേഷൻ. മൾട്ടിപ്പിൾ കോറിലേഷൻ. ഇൻ എ കോറിലേഷൻ അനാലിസിസ് ഇഫ് ദർ ആർ മോർ വേരിയബിൾ ആർ സ്റ്റഡീഡ് സൈമൾട്ടേനിയസ് ഇറ്റ് ഈസ് കാൾഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. രണ്ടിലധികം വേരിയബിൾ എടുത്തിട്ട് നമ്മൾ കോറിലേഷൻ പഠിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയും. ഒരു ഉദാഹരണത്തിന് റിലേഷൻ ബിറ്റ്വീൻ ഈൽഡ് ഓഫ് റൈസ് വിത്ത് ബോത്ത് റെയിൻഫാൾ ആൻഡ് ഫെർട്ടിലൈസർ ടുഗദർ. ഇവിടെ ഈൽഡ് ഓഫ് റൈസ് ഉണ്ട്, റെയിൻഫാൾ ഉണ്ട്, ഫെർട്ടിലൈസർ ഉണ്ട്. അപ്പോൾ 3 വേരിയബിളായി. ദാറ്റ് ഈസ് നോൺ ആസ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ഇനി പാർഷ്യൽ കോറിലേഷൻ ഉണ്ട്. രണ്ടിലധികം വേരിയബിൾ ഉണ്ടാവും, പക്ഷേ ബട്ട് കൺസിഡർ വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കീപ്പിംഗ് ദ അതർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആസ് കോൺസ്റ്റൻറ്റ്. രണ്ടിലധികം വേരിയബിൾ ഉണ്ടാവും, 3 or 4 വേരിയബിൾ ഉണ്ടാവും. അല്ലെങ്കിൽ 2 വേരിയബിൾ മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനെ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയും. അപ്പോൾ നേരത്തെ എക്സാമ്പിൾ നമ്മൾ ഈൽഡ് ഓഫ് റൈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എമൗണ്ട് ഓഫ് റെയിൻഫാൾ ആൻഡ് ദ എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസർ യൂസ്ഡ്. അതിൽ നമ്മൾ ഈൽഡ് ഓഫ് റൈസും റെയിൻഫാൾ മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ പാർഷ്യൽ കോറിലേഷൻ. അപ്പോൾ എന്തായിരിക്കും? ഫെർട്ടിലൈസർ യൂസ്ഡ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട്
നിലനിർത്തും. ഓക്കെ, അതിനെ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയും. ഇനി ലീനിയർ കോറിലേഷൻ. ലീനിയർ കോറിലേഷൻ ഇൻ എ കോറിലേഷൻ അനാലിസിസ് ഇഫ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ ടു സെറ്റ് ഓഫ് വേരിയബിൾ ഈസ് സെയിം ദെൻ ഇറ്റ് ഈസ് കാൾഡ് ലീനിയർ കോറിലേഷൻ. രണ്ട് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നത് ഒരു റേഷ്യോയിലാണ്, സെയിം റേഷ്യോയിലാണെങ്കിൽ അതിനെന്ത് പറയും? ലീനിയർ കോറിലേഷൻ എന്ന് പറയും. ലീനിയർ കോറിലേഷൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഡസ് നോട്ട് ബ്രിങ് ദ സെയിം റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ദ അതർ വേരിയബിൾ. ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ അതേ സെയിം റേഷ്യോയിലല്ലായിരിക്കും മറ്റേ വേരിയബിൾ ഉണ്ടായിരിക്കും. അതിനെന്ത് പറയും? നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയും. ഒന്ന് 10% കൂടുമ്പോൾ മറ്റേത് 15%. അപ്പോൾ വീണ്ടും 10% കൂടുമ്പോൾ മറ്റേത് 15, അങ്ങനെ സെയിം, മറ്റേത് 20, അങ്ങനെ ഒരു സെയിം റേഷ്യോയിലല്ലായിരിക്കും ചേഞ്ച് ചെയ്യാൻ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയും. അതിൻ്റെ ഗ്രാഫാണത്, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, മറ്റേത് കർവ് ലീനിയർ ആയിരിക്കും. അടുത്ത സ്കാറ്റർ ഡയഗ്രാം ഇസ് എ ഗ്രാഫ് ദാറ്റ് പ്ലോട്ട് ദ വാല്യൂ ഓഫ് ടു വേരിയബിൾ ആസ് പോയിൻ്റ് ഓൺ എ ഗ്രാഫ്. നമ്മൾ പോയിൻ്റ് എന്ത് ചെയ്യുക? തന്ന വേരിയബിൾ എന്ത് ചെയ്യും? എക്സും വൈയും ആണെങ്കിൽ അതെന്ത് ചെയ്യും? പ്ലോട്ട് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ട് പ്ലോട്ട് ചെയ്യും. ഇതിട്ട് നമ്മൾ ആ ഇതിനെന്ത് പറയും? സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയും. ഇവിടെ കാണുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ്റെ സ്കാറ്റർ ഡയഗ്രാമാണ്. ഇനി പെർഫെക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. പ്രോബബിൾ എറർ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ അക്യുറസി ഓഫ് ദ കോറിലേഷൻ കോഫിഷ്യൻറ്റ്. കോറിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്ന കോറിലേഷൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് 0.5 കിട്ടി, അത് അക്യുറേറ്റ് ആണോ എന്ന് മെഷർ ചെയ്യാണ്. അതിനെന്ത് പറയുക? പ്രോബബിൾ എറർ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി ഇൻ ദ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ദ കോറിലേഷൻ കോഫിഷ്യൻറ്റ്. Other words, the probable error is the value which is added or subtracted from the coefficient of correlation to get the upper limit and lower limit of respectively with which the value of the correlation expected lies. നമ്മൾ തന്ന ഒരു വേരിയബിളിൽ നിന്ന്, തന്ന വാല്യൂവിൽ നിന്ന്, ഡാറ്റയിൽ നിന്ന് നമ്മൾ കോറിലേഷൻ കണ്ടെത്തി. ആ കോറിലേഷൻ കണ്ടെത്തിയതിൽ പ്രൊബബിൾ എറർ ആഡ് ചെയ്യുകയും പ്രൊബബിൾ എറർ അതിന് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ 0.5 ആണ് കിട്ടിയത് എന്ന് കരുതാം. 0.5 ആണ് നമുക്ക് കോറിലേഷൻ. അതിൽ നമുക്ക് പ്രൊബബിൾ എറർ മെഷർ ചെയ്തപ്പോൾ 0.01 കിട്ടി. അപ്പോൾ എന്ത് ചെയ്യും? 0.5ലേക്ക് 0.01 കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു ലിമിറ്റ് കിട്ടും. അതിനിടയിലായിരിക്കും കോറിലേഷൻ്റെ വാല്യൂ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പ്രൊബബിൾ അത് മെഷർ ചെയ്യാനുള്ള, പ്രൊബബിൾ എറർ മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 0.6745 ഇൻറ്റു 1 - r² ഡിവൈഡഡ് ബൈ √n. ഓക്കെ, ഇനി ദ കോഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് r². ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ വെൽ ദ റിഗ്രഷൻ ലൈൻ ഫിറ്റ് ദ ഡാറ്റ. റിഗ്രഷൻ ലൈന് ഡാറ്റ എങ്ങനെ ഫിറ്റ്. അതുപോലെ തന്നെ ഇറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രപ്പോർഷൻ ഓഫ് ദ വേരിയബിൾ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ദാറ്റ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. എത്ര വ്യത്യാസം, പ്രപ്പോർഷൻ ഓഫ് വ്യത്യാസം ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എത്ര പ്രപ്പോർഷനേറ്റ് ചെയ്ത് വ്യത്യാസമുണ്ട് എന്ന് കണ്ടുപിടിക്കും കോഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിലേഷൻ കോഫിഷ്യൻറ്റിൻ്റെ സ്ക്വയറിനെ എന്ന് പറയാം കോഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയാം. The correlation coefficient obtained from the ranks of the variable instead of their quantitative measurement is called rank correlation. ഇതുവരെ പറഞ്ഞാൽ നമ്മൾ കോറിലേഷൻ മെഷർ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളാണ്. എന്നാൽ തന്ന ഇത് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നിട്ട് അതിൽ നിന്ന് കോറിലേഷൻ, രണ്ട് വേരിയബിൾ തന്ന അതിൻ്റെ റാങ്കുകളാണ് തന്നതെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കോറിലേഷൻ കണ്ടുപിടിക്കുന്നതിനെ റാങ്ക് കോറിലേഷൻ എന്ന് പറയും. ഇത് കണ്ടുപിടിച്ചത് ചാൾസ് എഡ്വാർഡ് സ്പിയർമാൻ ആണ്. 1904 ഇത് കണ്ടുപിടിച്ചത്. ഇത് R = 1 - 6 sigma d² ഡിവൈഡഡ് ബൈ n × n² - 1 ആണ് ഇതിൻ്റെ ഇക്വേഷൻ. കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് ഇറ്റ് ഈസ് എ method is of estimating the correlation coefficient by comparing the deviation of two variables from their respective mean. മീനിൽ നിന്ന് രണ്ട് വേരിയബിളിൻ്റെ ഡീവിയേഷൻ്റെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ കോറിലേഷൻ മെഷർ ചെയ്യുന്നതിനെ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുക. അടുത്ത് ദ റിഗ്രഷൻ ലൈൻ. എന്താ റിഗ്രഷൻ ലൈൻ? ഈസ് എ ഗ്രാഫിക് ടെക്നിക് ടു ഷോ ദ ഫംഗ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ എക്സ് ആൻഡ് വൈ. രണ്ട് വേരിയബിളായിട്ടുള്ള എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പിൻ്റെ ഗ്രാഫിക്കൽ ടെക്നിക്കിന് എന്ത് പറയുക? റിഗ്രഷൻ ലൈൻ. ഇറ്റ് ഈസ് എ ലൈൻ വിച്ച് ഷോസ് ദ ആവറേജ് റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ എക്സ് ആൻഡ് വൈ. രണ്ട് വേരിയബിളായിട്ടുള്ള എക്സും വൈയും തമ്മിലുള്ള ആവറേജ് റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്ന ലൈനിനെ എന്ത് പറയുക? റിഗ്രഷൻ ലൈൻ. ഇനി ലീനിയർ റിഗ്രഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിഗ്രഷൻ വിച്ച് യൂസസ് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടു എക്സ്പ്ലെയിൻ ഓർ പ്രഡിക്റ്റ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിന് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അതിനെ ലീനിയർ റിഗ്രഷൻ എന്ന് പറയും. മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിഗ്രഷൻ വിച്ച് യൂസ് ഓഫ് 2 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടു എക്സ്പ്ലെയിൻ ഓർ പ്രഡിക്റ്റ് ദ ഡിപ്പെൻഡൻറ്റ്. ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിന് രണ്ടിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുടെ കേസിന് ഒരു മൾട്ടിപ്പിൾ റിഗ്രഷൻ. ലീനിയർ റിഗ്രഷനിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. മൾട്ടിപ്പിൾ റിഗ്രഷൻ രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. റിഗ്രഷൻ ഇക്വേഷൻ ആർ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് റിഗ്രഷൻ ലൈൻ. നേരത്തെ പറഞ്ഞ റിഗ്രഷൻ ലൈനിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയാം റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. 2 റിഗ്രഷൻ ലൈൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ 2 റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ടായിരിക്കും. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ഉണ്ടാവും, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ഉണ്ടാവും. ദിസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ വേരിയേഷൻ ഇൻ ദ വാല്യൂസ് ഓഫ് എക്സ് ഫോർ ഗിവൺ ചേഞ്ച് ഇൻ വൈ. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് ദിസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് വേരിയേഷൻ ഓഫ് വാല്യൂ ഓഫ് എക്സ് ഫോർ ഗിവൺ ചേഞ്ച് ഇൻ വൈ. വൈ എന്ന വേരിയബിൾ ആയിരിക്കും അവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, എക്സ് എന്ന വേരിയബിൾ ആയിരിക്കും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. വൈയിലുള്ള മാറ്റത്തിനനുസരിച്ച് എക്സിൽ എന്ത് വേരിയേഷൻ ഉണ്ടായി എന്ന് അതിനുള്ളത്. എന്നാൽ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറയുമ്പോൾ വൈ എന്ന് പറയുന്നത് എന്താണ്?
ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ് എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഇത്ര കാര്യങ്ങളായിരിക്കും ഇതിൽ നിന്ന് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത്. ഇതിൻ്റെ പാർട്ട് 2 വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.